ഷാനവാസ് ഒരു ഫാൻസ് മീറ്റ് സമയത്ത് എടുത്തു പറഞ്ഞൊരു കാര്യം തന്നെ, താൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അതായത് ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെയാണ് അവിടുത്തെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഗെയിം പ്ലാനിനെ കുറിച്ചൊന്നും വലിയൊരു ധാരണ തനിക്ക് എന്തായാലും ഉണ്ടായിരുന്നില്ല. കാര്യം ഇതിനു മുന്നേയുള്ള ഷോസ് ഓഫ് സീസൺസ് ഒന്നും താൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ കുറച്ച് ദോഷങ്ങൾ തനിക്ക് ഉറപ്പായിട്ടും ബിഗ് ബോസ് ഹൗസിൽ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ എന്തായാലും അദ്ദേഹം പറയുന്നുണ്ട്. അത് ഉറപ്പായിട്ടും ഇതിന് മുന്നേയുള്ള വീഡിയോസിൽ അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഞാൻ എടുത്ത് പലതവണയായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നല്ല ഇതിൽ മുന്നേറാൻ കഴിവുള്ള ഒരാളാണോ ഷാനവാസ് എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അതെ. കാര്യം അദ്ദേഹത്തിന്റെ ഒരു നിലപാടുകളും അതിന്റെ ഒരു അദ്ദേഹത്തിന് പറയാൻ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ധൈര്യമായിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളോടും നല്ല ഇതിന് മുന്നേറാൻ എന്തുകൊണ്ടും സാധ്യതയുള്ള ഒരാൾ തന്നെയായിരുന്നു ഷാനവാസ്. പക്ഷേ അദ്ദേഹത്തിന് ഈ പറയുന്ന ഈ ഒരു ഗ്രൂപ്പായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയം അവരുടെ മറ്റുള്ള ആൾക്കാരുടെ ഗെയിംസിനൊപ്പം നോക്കുന്ന സമയത്ത് ഷാനവാസിന്റെ ഗെയിംസും അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാനും എല്ലാം വളരെ വീക്കാണ് എന്നുള്ളത് ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഇതിനു മുന്നേ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന സമയത്ത് ഇവരുടെ ഫാൻസ് ഒക്കെ വന്നിട്ടില്ല അതാണ് ഏറ്റവും മികച്ച ഗെയിം അല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ ഷാനവാസ് തന്നെ എന്തായാലും പറഞ്ഞിട്ടുണ്ട്, എന്തായാലും അദ്ദേഹത്തിന് അതിന്റെ പോരായ്മകൾ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രിപ്പയർഡ് ആയിരുന്നില്ല, വേണ്ട രീതിയിൽ പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ ഇപ്പൊ എന്തായാലും നേരിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ തന്നെ ഷാനവാസ് എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ കപ്പടിക്കാനുള്ള സാധ്യത താൻ കണ്ടിരുന്ന അനീഷിലാണ് എന്നുള്ളൊരു കാര്യം. അവിടെയുള്ള മറ്റു പല മത്സരാർത്ഥികളും ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അനീഷിന്റെ ഒരു ഗെയിംസും കാര്യങ്ങളൊക്കെ തുടക്കം മുതലേ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അനീഷ് കപ്പടിക്കുക എന്നുള്ളൊരു സാധ്യത പലരും ഇതിനു മുന്നേ തന്നെ മനസ്സിലാക്കിയിരുന്നതാണ്. അതായത് പുറത്ത് കാണുന്ന ഓഡിയൻസിനെ പോലെ തന്നെ അകത്തുള്ള മത്സരാർത്ഥികളും മനസ്സിലാക്കിയിരുന്നതാണ് അനീഷിന്റെ ഒരു ഗെയിം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ് എന്നുള്ളൊരു കാര്യം.